സോ ഹലോ ഗൈസ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. സോ ടുഡേ നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. ഈ ഒരു ലോങ് വീഡിയോ ഒരു 10-16 മിനിറ്റ് ഉണ്ടാവും മിക്കവാറും, ഇപ്പൊ കാണുന്നവർക്ക് മനസ്സിലാവും. സോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി കണ്ടന്റ് ആണ്. സോ തമിഴിലെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ നല്ല കിഡെല്ലാം കണ്ടന്റാണ്, വേറെ ഒന്നുമല്ല, Q&A എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഗൈസ്, നമ്മൾ ഓൾറെഡി Q&A വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു Q&A വീഡിയോ വലിയൊരു ഗുമ്മില്ല, അതിനൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ കൊളവാക്കിയിട്ടുണ്ട്. സോ അത് ബുദ്ധിയില്ലാത്ത ടൈമിൽ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണല്ലോ. സോ അപ്പോൾ ഈ ഒരു Q&A വീഡിയോ നമുക്കെല്ലാം സെറ്റാക്കി എടുക്കണം. സോ നിങ്ങളുടെ എല്ലാവരും റിക്വസ്റ്റ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു Q&A വീഡിയോ കാര്യങ്ങൾക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ബ്രോ ഒരു Q&A വീഡിയോ ചെയ്യും ബ്രോ, കുറേ എല്ലാം ചെയ്തിട്ട് വന്നു. അപ്പോൾ ഞാനൊരു അത്രയും റിക്വസ്റ്റ് കേട്ടപ്പോൾ ഞാൻ ഒന്നും നോക്കില്ല, ഒരു Q&A വീഡിയോ അങ്ങ് എടുത്ത് അങ്ങ് എഡിറ്റാക്കി അങ്ങ് പടച്ചങ്ങ് വിട്ടിട്ടുണ്ട്. സോ ഇതിൻ്റെ അഭിപ്രായം, ഈ ഒരു Q&A വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ എഡിറ്റിംഗ് അറിയാനൊന്നുമില്ല, പക്ഷേ എഡിറ്റിംഗ് ഇതിൻ്റെ വീഡിയോ എല്ലാം എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക. സോ അപ്പോൾ ഇത്ര നേരം സബ്സ്ക്രൈബ് ചെയ്ത് ലൈവ് വന്നവരൊക്കെ അല്ലേ ഗൈസ്, അപ്പോൾ ഇത്ര നേരം ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 15K സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ലൈവ് ഇട്ട് മൈൻഡ് മൊത്തം ലൈവ് ആയി. അപ്പോൾ ഗൈസ് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കളയാൻ പോകും. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് മിക്ക ക്വസ്റ്റ്യനും. മൊത്തം ഞാൻ എനിക്ക് ലൈൻ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാ ഗൈസ്? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല, ഈ ഒരു Q&A എല്ലാം നിന്ന് നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇതിൽ 2 സ്റ്റേജ് ഉണ്ട്, ഒന്ന് നല്ലത്, ഒന്ന് ഡാർക്ക്. ഇത് നിങ്ങൾക്ക് രണ്ടും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവും. സോ അപ്പോൾ ഏതായാലും നമുക്ക് സമയം വേസ്റ്റ് ആകുന്നില്ല, നമുക്ക് നേരെ Q&A വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ലെറ്റ്സ് ഗോ ബേബീസ്. സോ ഗൈസ്, അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ പോണേ. സോ നോക്കാം, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, കുറെ ആയി ചോദിക്കുന്നു, ശരിക്കും ലവർ ഉണ്ടായിരുന്നു? ചോടാ ഗൈസ്, ഇനി ഇതിന് ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വല്ല ജാടയെന്നൊക്കെ പറയും. സോ അപ്പൊ ഞാൻ പറയാം. സോ അപ്പോൾ തുടങ്ങട്ടങ്ങ് കഥയിലോട്ട്. അതെ, സത്യം പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ പോവാത്ത ആൾക്കാരുണ്ടാകത്തില്ല, വളരെ കുറച്ച് പേരായിരിക്കും. അത് നിങ്ങൾ ആദ്യം ആലോചിക്കുക. സോ ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗൈസ് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് റിലേഷൻഷിപ്പ് അല്ല, അതെന്ന് പറയുമ്പോൾ ഈ ഡയറി മിൽക്ക് പ്രണയം എന്നൊക്കെ പറയും. ഞാൻ ഈ ഡയറി മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 8ാം ക്ലാസ്സിൽ ഒരു പെഗ്ഗുച്ചിനെ സെറ്റ് ആയിരുന്നു. ഞാൻ 8ാം ക്ലാസ് കയറി ചെന്നപ്പോൾ തന്നെ മൂപ്പരുത്തി ഫുള്ള് ഡയറി മിൽക്ക് കഴിക്കില്ല. അപ്പോൾ ഇങ്ങോട്ട് നോക്കി നിന്നപ്പോൾ പിന്നെ നമ്മൾ മറ്റേ ഫ്രണ്ട്സായി, പിന്നെ ഇങ്ങോട്ട് പ്രപ്പോസലായി. അപ്പൊ നമ്മൾ വിചാരിച്ച അപ്പോൾ വഴിയുണ്ട്, ഡയറി മിൽക്ക് കഴിക്കാൻ വഴിയുണ്ട് എന്നും പറഞ്ഞ് ഞങ്ങളങ്ങ് സെറ്റായ ദിവസം തന്നെ അവൾ എനിക്ക് ആദ്യമായിട്ട് തന്നത് മറ്റേ 250 വലിയ ഡയറി മിൽക്കാണ്. പിന്നെ എനിക്ക് അങ്ങ് ഡെയിലി ഡയറി മിൽക്ക് വരാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ഡയറി മിൽക്ക് കഴിക്കുന്നു, എന്നിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നു, ഞാനും ചേച്ചിയും കൂടി ഷെയർ ഇട്ട് കഴിക്കുന്നു. പിന്നെ മറ്റേ സ്കൂളിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഞാൻ ഡയറി മിൽക്ക് കഴിക്കും. അതാണ് അതിൻ്റെതായ ശരി, മനസ്സിലായ? ഡയറി മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു എനിക്ക് 8ാം ക്ലാസ്സിൽ. അത് 8ാം ക്ലാസ്സിൽ തന്നെ പൊളിയും ചെയ്തു, അത് വേറെ വിഷയം. നിങ്ങൾ വിചാരിക്കും ഡയറി മിൽക്ക് വാങ്ങി തരാത്തത് കൊണ്ട് പൊളിഞ്ഞു വന്ന്. അങ്ങനൊന്നുമല്ല, ഡയറി മിൽക്ക് തിന്നു മടുത്തു, അപ്പൊ കഴിഞ്ഞു. സോ ഇത്ര ഉള്ളൂ, ഇങ്ങനെ ഒരു പ്രണയം നമുക്ക് ഉണ്ടായിരുന്നു 8ാമത്തെ. ഇനി പ്രണയം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഷോ ഇറക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 2000 years later. സോ ഗൈസ്, അടുത്തതെന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ല കാര്യം, യൂട്യൂബിൽ വരാൻ കാരണം എന്താ, ആരെയാ ഇൻസ്പിറേഷൻ? സോ ബ്രോ, ഞാൻ ഇപ്പൊ ഈ ഒരു ലെവലിൽ നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് ഇൻസ്പിറേഷൻ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഈ ഒരു ലെവലിൽ ഞാൻ നിൽക്കാൻ കാരണം എനിക്ക് നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ലൈവ് വന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയും, എനിക്ക് നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. 300K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അതിനൊരു പ്ലേ ബട്ടൺ ഒക്കെ ഉണ്ട്. സോ ബട്ട് ആ ചാനൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഫേസുള്ള ചാനലല്ല, അതൊരു എഡിറ്റിംഗ് ചാനലായിരുന്നു. സോ ആ ചാനല് റീയൂസർ കണ്ടനായിട്ട് പോയി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ഞാൻ അവിടെ ഉള്ളത്, മനസ്സിലായ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഞാൻ ഉണ്ടാകത്തില്ല. കാരണം ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു ചാനൽ പോയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതിലിപ്പോൾ നമ്മൾ ഏകദേശം 4 മാസം കൊണ്ട് ഒരു 41K അല്ലെങ്കിൽ ഇപ്പോൾ 42K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. സോ വളരെ സന്തോഷമുണ്ട്. ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഗൈസ്, എൻ്റെ കണ്ടന്റും അയാളുമായിട്ടൊരു ബന്ധവുമില്ല. ബിക്കോസ് നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് സോ എനിക്ക് ഈഗിൾ ഗെയിമിങ്ങിന് നല്ല ഇഷ്ടമാണ്, മൊത്തം അയാളെ ഒടുക്കത്തെ ഇഷ്ടമാണ്. സോ അയാളെപ്പോലെ ആവണം, അയാളെപ്പോലെ യൂട്യൂബിൽ ഫുള്ള് സെറ്റ് ആണെന്നൊക്കെ നല്ല മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് ഞാൻ. സോ അതുപോലെ ഞാനിപ്പോൾ ആയി വരുന്നു. അതുപോലെ എല്ലാവരും നമ്മളൊരു 4 മാസം കൊണ്ട് ഇത്രയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. സോ എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഈഗിൾ ഗെയിമിംഗ്. സോ അങ്ങനെ പോലെയൊക്കെ ആവണമെന്ന് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ വരാനും കാരണം കേട്ടോ ഗൈസ്. അല്ലാതെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പ്. പിന്നെ എന്ന് പറയുമ്പോൾ ഗൈസ് എല്ലാവരും ചെയ്യുന്ന പോലെ ഇങ്ങനെ എല്ലാവർക്കും ഓരോ മൈൻഡ് സെറ്റ് അല്ലേ. എനിക്കിങ്ങനെ യൂട്യൂബ് ചാനൽ ചെയ്ത് അതിൽ ഫേം ആവണം, അതാണ് എൻ്റെ മൈൻഡ് സെറ്റ്. സോ അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ വന്നു. ദാറ്റ്സ് ഓൾ ബേബി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 70 years later. ഇത് എന്തോ ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ ഗൈസ്, ഇവനെന്തോ കാര്യ പ്രശ്നമുണ്ട് കേട്ടാ. സത്യം പറ, മാരേജ് കഴിഞ്ഞതല്ലേ? ആടാ മോനെ, ഞാൻ അവരുടെ പേരൊന്നും റിവീൽ ചെയ്യുന്നില്ല കേട്ടോ. അതാണ് ഞാൻ ആർക്കും ഒരു ഇത് വരേണ്ട പേരൊന്നും റിവീൽ ആക്കുന്നില്ല. ഞാൻ ജസ്റ്റ് സബ്സ്ക്രൈബർ എന്ന് മാത്രം കൊടുക്കുന്നുള്ളൂ. പൊന്നു മോനെ,
നിന്റെ പേര് ഞാൻ പറയുന്നില്ല, മനസ്സിലായ? മാരേജ് കഴിഞ്ഞ് 2 കുട്ടിയുണ്ട്. ഓ മോളെ, ഇതാ വന്നു. അത് അങ്ങനെ ഒരുത്തൻ. ശരി ഗൈസ്, അത് പോട്ടെ. ഇനി അതായത് നമുക്ക് അടുത്ത അതൊക്കെ വിട്ട് കളയണം. അടുത്ത ബ്രോ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? മൊത്തം ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ +2 പോകുന്നില്ല, +1 പോകുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. സോ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എക്സ്പെഷ്യലി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഉച്ചയ്ക്ക് ഒരു 1 മണി ഏറിപ്പോയ ചില ദിവസങ്ങളിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഈ 10 മണിക്ക് ഉറങ്ങി എണിക്കും. അല്ലാത്ത ദിവസം മൊത്തം ഞാൻ ഒരു 1 മണിക്കൊക്കെ കടന്നുറങ്ങി എണിക്കും കേട്ടോ. എന്നിട്ട് 1 മണിക്ക് അണിച്ചിട്ട് ഞാൻ പോയി ഫുഡ് കഴിക്കും. എന്നിട്ട് നേരെ അച്ഛനടുത്ത് ഒരു കൊണയടിക്കും. ഞങ്ങൾ ബിസിനസ് പ്ലാനൊക്കെ കൊണയടിക്കും. തന്തപ്പൊടിയും ഞാൻ നല്ല ബിസിനസ് പ്ലാനൊക്കെ എടുത്ത് ഇങ്ങനെ കൊണയടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിരിയും. ഞാൻ എൻ്റെ റൂമിലേക്ക് അച്ഛനവിടെ, പിന്നെ അച്ഛന് വർക്ക് ഉണ്ടാവും, അച്ഛൻ പോകും. അപ്പോൾ ആരും ഇല്ലാത്ത ടൈമിൽ എന്ന് പറയുമ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് ലാപ്പിന് പുറത്ത് വന്നിട്ട് ഗെയിം കളിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പോയി സംസാരിക്കും. പിന്നെ ഗെയിം കളിയാവും, പിന്നെ എഡിറ്റിംഗ് ആവും, പിന്നെ ഒരു 6 മണിയാകുമ്പോൾ ലൈവ് ഇടാനാവും, ലൈവ് ഇട്ട് കഴിയും. പിന്നെ ഒരു 12 മണിക്ക് ഫുഡ് കഴിക്കും. ബാക്കി ടൈം ഒരു 4 മണി വരെ എഡിറ്റ് ചെയ്തിട്ട് ബാക്കി ടൈം കുറച്ച് നേരം ഗെയിം കളിച്ചിട്ട് ഒരു നൈറ്റ് 4 മണിയാകുമ്പോൾ കിടക്കും. ഇതാണ് നമ്മുടെ പരിപാടി. വേറെ ഒരു പരിപാടിയില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ പണിയില്ലായ്മ. സോ ഗൈസ്, അപ്പോൾ ഏതായാലും നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. സോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അറിയുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ ലൈക്ക് അടിക്കുക. നമുക്കൊരു ലൈക്ക് ടാർഗറ്റ് ഒരു 500 ലൈക്ക് ടാർഗറ്റ് വെക്കാം ഈ ഒരു വീഡിയോയ്ക്ക്. ഓക്കെ, ഇവിടെ അടുത്തതെന്ന് പറയുമ്പോൾ ഗേൾ ഫ്രണ്ട് ആയിട്ട് കിസ് അടിച്ചിട്ടുണ്ടോ? എടാ പോടാ നീ. 8ാം ക്ലാസ്സിൽ മറ്റേ ഡയറി മിൽക്ക് കഴിക്കാൻ വേണ്ടി പെണ്ണ് നോക്കിയ ഞാൻ ഗേൾ ഫ്രണ്ട് ആയിട്ട് കിസ്. നിനക്കൊക്കെ എങ്ങനെ സാധിക്കുന്നടാ? ഞാനൊരു 1000 തവണ പറയുന്ന മുത്തേ ഗേൾ ഫ്രണ്ട് ഇല്ല. എടീ ലോകമൊക്കെ എങ്ങോട്ടടാ പോകുന്നത്? എന്നെ കണ്ട് ഈ ഒരു അമൂൽ ബോബി ഒരു കൊച്ചെറുക്കനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ നിനക്ക്? അതിന് മോഹങ്ങളും നിനക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ. സോ അടുത്തെന്ന് പറയുമ്പോൾ റിഗ്രറ്റ് അടിക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഇതെന്ന് പറയുമ്പോൾ കുറച്ച് കോമഡിയാണ് കേട്ടാ. റിഗ്രറ്റ് എന്ന് പറയാൻ പറ്റുന്നത്, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞുതരാം. അതായത് സംഭവം നടക്കുന്നത് നമുക്ക് കുറച്ച് മറ്റേ താഴോട്ടൊന്ന് പോവുക. എൻ്റെ വയസ്സ് കുറയ്ക്കാം അങ്ങോട്ട്. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു മാത്സ് സാർ ഉണ്ടായിരുന്നു. അതൊരു ഇവിടെ ഞാൻ ആരുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല കേട്ടാ, വെറുതെ ഒന്നിനും വയ്യ. സോ അപ്പോൾ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു സാർ ഉണ്ടായിരുന്നു, മാത്സ് സാർ. ഇങ്ങനെ ആർക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല, ഒരു മനുഷ്യന് ഇഷ്ടമല്ല, ടീച്ചർമാർക്ക് മാത്രം ഇഷ്ടമുള്ളൂ. ഞങ്ങൾക്ക് പിള്ളേർക്ക് ഒന്നാമത് മാത്സ് ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടമല്ല, മനസ്സിലായ? ചിലവർക്ക് ഇഷ്ടവും, ചിലവർ പാവമായിരിക്കും. പക്ഷെ അങ്ങേരൊരു ആണ്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങേര് വന്ന് എന്തോ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു വിട്ടെ, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം അയാൾ എന്നെ തല്ലി. അതെനിക്ക് ഈഗോ ഹേർട്ടായി എനിക്ക്. അപ്പം ഇയാൾ തിരിഞ്ഞു നിന്നിട്ട് ബോർഡിൽ എഴുതി തരുന്നു. ഞാൻ അയാളെ പോടാ എന്ന് വിളിച്ച്. അപ്പൊ അയാൾ തിരിഞ്ഞു നോക്കിയിട്ട് എന്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് തിരി വിളിക്കുന്നോ പറഞ്ഞു. ഞാൻ കൈ ഇങ്ങനെ തോന്നിട്ട് സാറേ ഞാനില്ല, ദീപനാ, എന്റെ കൂട്ടുകാരനാന്നങ്ങ് പറഞ്ഞു. അപ്പൊ അവനെ പിടിച്ച് വെച്ച് കാച്ചി സാർ ഒരു 4 അടി ക്ലാസ്സിൽ തന്നെ അടിച്ചു. അവന് ചെറി പൊളിഞ്ഞുണ്ടാവും. അവൻ ഇവിടെ 4 അടി അങ്ങ് വെച്ച് കൊടുത്തു. അവനെ ഷോൾഡറിൽ പിടിച്ച് തൂക്കിയിട്ട് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയിട്ട് ഉമ്മർത്താനെ മുട്ടുകാല് കുത്തി നിർത്തിച്ച്. എത്ര മണി വരെ എന്നറിയോ? സമയം 3:30 വരെ. ഇന്റർവെല് വരെ അവനെ വൈകുന്നേരം ഇന്റർവെല് വരെ എപ്പൊ കൊണ്ടുപോയതാ? 6ാമത്തെ പീരീഡ് കൊണ്ടുപോയിട്ട് ഇന്റർവെല് വരെ അവനെ മുട്ടൂത്ത് നിർത്തിച്ച്. സോ അപ്പൊ എനിക്ക് നല്ല ചിരിയായിരുന്നു. കാരണം എനിക്ക് ആ ചെറുക്കനിട്ട് ഞാൻ പണി കൊടുത്തപ്പോൾ എനിക്ക് നല്ല ഹാപ്പിനെസ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയ റിഗ്രറ്റ് അടിക്കും. പാവം വേണ്ടായിരുന്നു, ഞാൻ എന്താ മനുഷ്യനല്ലേ എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് വരും. പക്ഷെ അത് നമ്മളെ ഒരു മനുഷ്യനെ നമ്മളിങ്ങനെ വേദനിപ്പിക്കാൻ പറ്റില്ല. ആരാ പറയുന്നത്? സോ ഏതായാലും അതൊക്കെ പോട്ടെ. അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ലെറ്റ്സ് ഗോ. അടുത്തെന്ന് പറയുമ്പോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖം തോന്നിയത് എങ്ങനെ? അങ്ങനെയൊന്നുമല്ല. ഇതെങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ ചേച്ചി, വലിയമ്മയുടെ ചേച്ചിയുടെ മക്കൾ വരും. പിന്നെ ഇവിടെ വെറുതെ വെളിയിൽ കുറെ കൊച്ചു പിള്ളേരുണ്ട്. കൊച്ചു പിള്ളേരുന്ന ഒരു 5ാം ക്ലാസ് 3ാം ക്ലാസ്. എനിക്ക് ഈ പിള്ളേരെ ഉണ്ടല്ലോ, ഈ പിള്ളേരിങ്ങനെ അടുത്ത് വരുമ്പോൾ അവരിങ്ങനെ പിച്ചുക, ഇങ്ങനെ മാന്തുക, തല്ലുക, കരയിപ്പിക്കുക. പിന്നെന്താണ്, അവരെ ഫുൾ ഇറിറ്റേറ്റ് ചെയ്യുക. അവരെ കരയിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കും ഞാൻ. മനസ്സിലായ? എനിക്ക് ചെറിയ പിള്ളേരെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, അത് ഇങ്ങനെ പിച്ചാനും ഇങ്ങനെ തല്ലാനും കരയിപ്പിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അവര് കരയുന്നത് നോക്കി ഞാൻ ഇങ്ങനെ ചിരിച്ചിരിക്കും. അങ്ങനെ സുഖം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ.
എല്ലാവരും പറയും സൈക്കോ ആണ്, പക്ഷെ നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ ആൾക്കാർക്ക് ഓരോ മൈൻഡ് സെറ്റാ, ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടമാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, ഓരോ ആൾക്കാരുടെ മൈൻഡ് സെറ്റും വേറെ വേറെ. പക്ഷെ എന്റെ ഇത്തിരി കിഴപ്പ, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും ടുഡേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ബാക്കി മൊത്തം ക്വസ്റ്റ്യൻസിന് ലൈനുണ്ടോ, മറ്റേ ഫുഡ് കഴിച്ചോ എന്നൊക്കെയാ. സോ അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു Q&A വീഡിയോ വലിയ കുമ്മില്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് അടിച്ചോണം. കാരണം നിങ്ങളൊക്കെ എന്നെ സബ്സ്ക്രൈബറാ, മനസ്സിലായോ? മറ്റേ സന്തോഷം സ്നേഹം ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് പോകും. ലൈക്ക് ടാർഗറ്റ് 500. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തില്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതുപോലത്തെ മോർ കണ്ടന്റ്, Q&A മാത്രമല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ സോ നിങ്ങൾ പറയുക, ആ കണ്ടന്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ അതിൻ്റെ പേര് സമയമായിരിക്കുകയാണ്. സോ അപ്പോൾ ഗൈസ്, നമ്മൾ ഡെയിലി 6 മണിക്ക് ലൈവ് ഉണ്ട്. സോ 6 മണി 6:30 ലൈവ് ഉണ്ട്. അപ്പോൾ ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഡെയിലി ലൈവും ചെയ്യും, ഒമേകളുടെയും കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ ഇത്ര നേരം വാച്ചിങ് ചെയ്തവർക്കും ഇതിൽ നിങ്ങൾക്ക് ഏത് Q&A ആണ് കുറച്ച് കഴപ്പായി തോന്നിയത് ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക. സോ അപ്പോൾ ഏതായാലും ഇത്ര നേരം വാച്ചിങ് ചെയ്തവർക്ക്, ഇത്ര നേരം ഇത് കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സോ ഇതുപോലത്തെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം നിന്നായിരിക്കും. അപ്പോൾ ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ഗൈസ്, സൈനിങ് ഔട്ട്, ആർടെക് ഗെയിമിംഗ്.